നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ഞങ്ങൾ നിന്റെ കാര്യത്തിൽ തലയിട്ടതും നിന്നോട് ദേഷ്യപ്പെട്ടതും ഒക്കെ എന്തിനാണെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? നിന്റെ പോക്ക് കുഴപ്പത്തിലേക്കാണെന്ന് മനസ്സിലായതുകൊണ്ടാ, ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ടാ. പക്ഷെ നീ ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കാൻ പോലും നീ തയ്യാറായില്ല. ഞങ്ങളോട് നീ ചൂടാവുക ചെയ്തത്. കൈലാഷ് സാർ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന നീ കേട്ടതല്ലേ? തെറ്റ് ചെയ്യുമ്പോ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഇത്ര ഫ്രണ്ട്ഷിപ്പ്. ഞങ്ങൾ നിന്നെ പ്രോത്സാഹിപ്പിക്കുകയാണോ ചെയ്തത്, അതോ നിന്നെ പിന്തിരിപ്പിക്കാൻ നോക്കുകയാണോ ചെയ്തത്? നീ തന്നെ പറ. നീ കാണിച്ച വിവരക്കേടിന് പഴി ഞങ്ങൾക്ക്. ഈ ഹോസ്റ്റലിൽ വെച്ച് നിന്നെ ആദ്യമായിട്ട് കണ്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒന്നും അറിയാത്ത, ഒരു കളങ്കവും ഇല്ലാത്ത ഒരു പാവമായിരുന്നു നീ. അന്ന് ഞാൻ കണ്ട പാറുവല്ല ഇപ്പൊ എന്റെ മുമ്പിൽ നിൽക്കുന്നെ. നിന്റെ മനസ്സില് ഇപ്പൊ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട്. കൂട്ടുകാരികളെ പോലും മണ്ടികളാക്കാനുള്ള മനക്കെട്ടിയുണ്ട്. പാവമായിരുന്ന ആ പാറുവിന് എവിടുന്ന ഈ ധൈര്യം കിട്ടിയത്? നിന്റെ മനസ്സില് ഇത്രയധികം കള്ളത്തരങ്ങൾ കയറി കൂടിയത് എങ്ങനെയാ? അന്ന് ഈ റൂമിന് പുറത്ത് നിൽക്കുമ്പോ കാട്ടിലകപ്പെട്ടു പോയൊരു പെൺകുട്ടിയെ പോലെയായിരുന്നു നീ. നിന്റെ കണ്ണുകളിൽ പേടിയായിരുന്നു. അന്ന് നിന്നോട് എനിക്ക് തോന്നിയത് സഹതാപം മാത്രമല്ല, സ്നേഹവും കൂടിയാ. അതുകൊണ്ടാ മാഡത്തിനോട് റിക്വസ്റ്റ് ചെയ്ത് നിന്നെ ഞാൻ ഈ റൂമിൽ താമസിപ്പിച്ചത്. അന്ന് നിന്റെ മുഖത്ത് കണ്ട പേടിയും നിഷ്കളങ്കതയൊക്കെ നിന്റെ അഭിനയമായിരുന്നു പാറു. സ്വന്തം പോലെ സ്നേഹിച്ച, ഒരു കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച ഞങ്ങളെയാ നീ ചതിച്ചു കളഞ്ഞത്. ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നീ എന്തൊക്കെ കള്ളത്തരങ്ങളാ ചെയ്തു കൂട്ടിയത്.